ശ്രീ വത്സൻ തില്ലങ്കേരി ഈ നിമിഷം നമ്മളോട് പ്രതികരിക്കാനായി തത്സമയം ചേരുന്നുണ്ട്. ശ്രീ വത്സൻ തില്ലങ്കേരി, RSSുമായിട്ട് ബന്ധമൊന്നും വേണ്ട, ഇനി എങ്ങാനും ഇതങ്ങ് നന്നായി പോയല്ലോ എന്നൊരു ഒരു ആശങ്കയാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ രണ്ടാമത്തെ വളരെ ഗൗരവമായ പ്രശ്നം, പച്ചവെളിച്ചം പോലെയുള്ള ഗുരുതരമായ ഭീകര ആശയവുമായി മുന്നോട്ട് പോകുന്ന പലതും കേരള പോലീസിൽ സജീവമാണ്, ശക്തമാണ്. ഇന്നലെ തന്നെ ജനം TV ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇങ്ങനെ പല VVIP സുരക്ഷാ നീക്കങ്ങളും രഹസ്യ വിവരങ്ങളും ഒക്കെ ഈ രീതിയിൽ ചോർന്ന് ഭീകര സംഘടനകൾക്കൊക്കെ പോകുന്നുണ്ടെന്ന്. പക്ഷെ അതിനൊന്നും ഒരു രീതിയിലുള്ള ഒരു മിണ്ടാട്ടവും മുഖ്യനില്ല. എങ്ങനെ നോക്കിക്കാണാം? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കേണ്ട നിർദ്ദേശം, പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും സംഘടനകളുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് പോലീസ് പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അത് നീതിപൂർവകമാവില്ല. സംസ്ഥാനത്തെ കുറ്റാന്വേഷണം നടത്തേണ്ടവരും ക്രമസമാധാനം പാലിക്കേണ്ടവരുമാണ് പോലീസുകാർ. അവര് രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായി പ്രവർത്തിക്കാൻ പാടില്ല. അവരുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. അത് നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായ ജനാധിപത്യ അവകാശങ്ങളെ ധ്വംസിക്കുന്ന, തുല്യനീതിയെ വെല്ലുവിളിക്കുന്ന സമീപനമാണ്. മുഖ്യമന്ത്രിക്ക് ആകെ ഒരു കൂട്ടരോടാണ് പ്രശ്നം. വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്ന അങ്ങനെയാണ്. അത് RSSുകാരുമായിട്ട് ബന്ധം പാടില്ല എന്നതാണ്. ഈ അയിത്തമാണ് നൂറ്റാണ്ട് മുമ്പ് ഏകദേശം ഇല്ലാതായതാണ് നമ്മുടെ കേരളീയ സമൂഹത്തിലെ അയിത്തം. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരാണ് ഇവിടുത്തെ ഏറ്റവും അധസ്ഥിതന്മാരായിട്ടുള്ള ആളുകളാണ്, തൊട്ടുകൂടാത്തവരാണ്, തീണ്ടിക്കൂടാത്തവരാണ് RSSുകാർ. അവരുമായിട്ട് മിണ്ടിക്കൂടാ, അവരുമായിട്ട് തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, ദൃഷ്ടിയിൽപ്പെടാൻ പാടില്ല എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പോലീസുകാരോട് താക്കീത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാടിനെതിരായി പ്രവർത്തിക്കുന്ന വിധ്വംസക ശക്തികളുമായി പോലീസിന് കൂട്ടുകൂടാ, കള്ളക്കടത്തുകാരുമായി കൂട്ടുകൂടാ, മറ്റ് രാഷ്ട്രവിരുദ്ധന്മാരുമായിട്ട് കൂട്ടുകൂടാ, നമ്മുടെ നാട്ടിലെ മാഫിയകളുമായിട്ട് കൂട്ടുകൂടാ. അതിലൊന്നും യാതൊരു തരത്തിലുള്ള വിരോധവുമില്ല. അത്തരം ആളുകൾക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെതിരായിട്ട് അവരിൽ നിന്ന് അകലം പാലിക്കണം എന്നാണ് മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഈ നാടിനെ സംരക്ഷിക്കാൻ, ഈ നാടിന്റെ ദേശീയതയെ, സംസ്കാരത്തെ, പൈതൃകത്തെ, പാരമ്പര്യത്തെ, മൂല്യങ്ങളെ സംരക്ഷിക്കാൻ അഹോരാത്രം പ്രവർത്തിക്കുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിൽ അദ്ദേഹം ഈ നാടിനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഭരണാധികാരി നിഷ്പക്ഷനാണെന്ന് പറയുന്നില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും ഒരുപക്ഷെ ഭരണകക്ഷിക്ക് അനുകൂലമായി പോലീസിന് നിലപാടെടുക്കേണ്ടി വന്നും പോലീസിനെ ചിലപ്പോൾ ഭരണകക്ഷി ഉപയോഗിക്കുന്നത് വരും. പക്ഷെ അത് പൂർണ്ണമായും തങ്ങളുടെ രാഷ്ട്രീയ ഇംഗിതത്തിന് വേണ്ടിയിട്ട് ഭരണകൂട ഉപകരണങ്ങളെയും സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് ശുദ്ധതോന്യാസമാണ്. അതാണിപ്പോൾ നടന്നിരിക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം 100 വർഷമായി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന, അതിന്റെ ഇതപ്പര്യന്തമുള്ള ചരിത്രം ഈ നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും വൈഭവത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. രാഷ്ട്ര സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഈ സംഘടന നടത്തിയിട്ടുള്ള പ്രവർത്തനം സുവിദിതമാണ്. രാഷ്ട്രത്തിന് ഒരു ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് സംഘം എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹിയിൽ ചെങ്കോട്ടയിൽ സൈന്യത്തിന്റെ പുറകിൽ മാർച്ച് ചെയ്യാൻ ഒരു സംഘടനയെ ക്ഷണിച്ചിട്ടുള്ളൂ. അത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെയാണ്. ഗണവേഷധാരികളായ 2000-ലധികം ആളുകൾ നമ്മുടെ ഭാരത സേനയുടെ പുറകിൽ ഇവിടെ മാർച്ച് ചെയ്തിട്ടുണ്ട്. യുദ്ധകാല സന്ദർഭങ്ങളിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമാണ്. പൂജനീയ സർസംഘചാലകന്മാർ ഉൾപ്പെടെയുള്ളവരെ, ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ഇന്ദിരാഗാന്ധി ആണെങ്കിലും ലാൽ ബഹദൂർ ശാസ്ത്രി ആണെങ്കിലും അതുപോലുള്ള ആളുകളെല്ലാം ക്ഷണിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി സന്ദർഭങ്ങളുണ്ട്.
അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിങ്ങൾ അവരുമായി കാണാനേ പാടില്ല എന്ന് പറയുന്നത് ദുരുപദിഷ്ടതമാണ്, ദുരുദ്ദേശപരമാണ്. അത് തീർച്ചയായും ഭരണഘടനാ വിരുദ്ധമാണ്. യെസ്, വളരെയധികം നന്ദി ശ്രീ വത്സൻ തില്ലങ്കേരി. ഈ നിമിഷം വളരെ ഗൗരവമായ ഒരു പ്രതികരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചതിന്.